ഈ ആധുനിക കാലത്ത് ആയുർവേദം ഇത്രമേൽ പോപ്പുലറായതിൽ പ്രബലങ്ങളായ 3 കാരണങ്ങൾ ഉണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന കാരണങ്ങൾ തന്നെയാണ് അതൊക്കെ. ഒന്ന്, ഈ ഹോസ്പിറ്റൽ സിസ്റ്റം വന്നതിന് ശേഷമുള്ള ചികിത്സാ രീതികൾ, പുതിയ രൂപത്തിലും ഭാവത്തിലും ഉള്ള മെഡിസിനുകൾ, പലതരത്തിലുള്ള തെറാപ്പികൾ തുടങ്ങി ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഈ ആധുനിക കാലത്ത് ആയുർവേദം പോപ്പുലറായത്. ആധുനികമായ ചികിത്സാ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയുർവേദം ഇക്കാലത്ത് പ്രശസ്തമായത് എന്നതുകൊണ്ട് ആയുർവേദത്തിനെ ഡിസീസ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം മാത്രമായി റെഡ്യൂസ് ചെയ്യുവാനും സാധ്യമല്ല. ട്രഡീഷണൽ വ്യൂ അനുസരിച്ച് ആയുർവേദത്തിൻ്റെ ഫണ്ടമെൻ്റൽ പർപ്പസ് സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം ആതുരസ്യ വികാരപ്രശമനം എന്നതാണ്. ഇവിടെ ഹെൽത്തി പേഴ്സൻ്റെ ഹെൽത്ത് പ്രിസർവ് ചെയ്യുക എന്നുള്ളതും രോഗിയുടെ രോഗം മാറ്റുക എന്നുള്ളതും ആയുർവേദത്തിൽ ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. കേവലം ഡിസീസ് സെൻറ്റേർഡ് അപ്രോച്ച് മോഡേൺ മെഡിസിൻ്റെ രീതിയാണ്. ആയുർവേദത്തിൻ്റെ അപ്രോച്ച് എപ്പോഴും ലൈഫ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. ആയുർവേദം ചർച്ച ചെയ്തിരിക്കുന്നത് ഹൗ ടു ലിവ്, ഹൗ ടു ഈറ്റ്, ഹൗ ടു സ്ലീപ്പ്, സീസണൽ ഡിസിപ്ലിൻസ്, എത്തിക്കൽ കണ്ടക്ട്, സെൽഫ് റെഗുലേഷൻ, ഹാർമണി വിത്ത് നേച്ചർ. ഇങ്ങനെ സയൻസ് ഓഫ് റൈറ്റ് ലിവിങ് മെത്തേഡ്സ് ആണ് ആയുർവേദത്തിലെ ചർച്ചാ വിഷയങ്ങൾ. ആയുർവേദം ഡിസീസ് വന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്ന സിസ്റ്റമല്ല, മറിച്ച് രോഗം വരാതിരിക്കുവാൻ എങ്ങനെ ജീവിക്കണം എന്നതും പ്രാധാന്യത്തോടെ പറഞ്ഞു തരുന്ന സിസ്റ്റമാണ്. അതുകൊണ്ട് ദിനചര്യ, രാത്രിചര്യ, ഋതുചര്യ, ആഹാര നിയമങ്ങൾ, ഉറക്കം, വ്യായാമം ഇവയെല്ലാം ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട പഠന വിഷയങ്ങളാകുന്നു. ആയുർവേദം ഹെൽത്തിനെ കാണുന്നത് ആബ്സെൻസ് ഓഫ് ഡിസീസ് ആയിട്ടല്ല. ആയുർവേദത്തിലെ ഹെൽത്ത് സ്വസ്ഥൻ്റെ അവസ്ഥയാണ്, സ്വാസ്ഥ്യമാണ്. ആശുപത്രി സിസ്റ്റമൊക്കെ വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ആയുർവേദ റെപ്രസെൻറ്റേഷൻസ് ഇത്തരത്തിൽ ഹാർമണി ഓറിയൻറ്റഡ് ലൈഫ് സ്റ്റൈൽ വിസ്ഡത്തിനെ നൽകിയവരായിരുന്നു.